നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കാലം ചെയ്ത അഭിവന്ദ്യ മാർ അപ്രേം മെത്രാപ്പോലീത്തായുടെ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പ്രമുഖരെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. 10-ന് വ്യാഴാഴ്ചയാണ് ഖബറടക്കം. ഒല്ലൂക്കര BRC 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി സ്കൂൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് പണിമുടക്കിനോടനുബന്ധിച്ച് ജില്ലയിലും സ്വകാര്യ ബസുകൾ പണിമുടക്കി. തൃശൂർ താലൂക്കിലെ പട്ടയ വിതരണം, ചുവന്നമണ്ണ്, ഇരുമ്പുപാലം എന്നിവിടങ്ങളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കാലം ചെയ്ത അഭിവന്ദ്യ ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലീത്തായുടെ ഭൗതിക ശരീരം തൃശൂർ മറിയം വലിയ പള്ളിയിൽ പൊതുദർശനത്തിന് വച്ചു. ഭൗതിക ശരീരത്തിൽ സമൂഹത്തിലെ പ്രമുഖ വ്യക്തികൾ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മുൻ മേലധ്യക്ഷനും പാത്രിയാർക്കൽ ഡെലിഗേറ്റുമായ അഭിവന്ദ്യ ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലീത്ത 85-ാം വയസ്സിൽ കാലം ചെയ്തു. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലായിരുന്നു അന്ത്യം. 1940 ജൂൺ 13-ന് തൃശൂരിൽ അഭിവന്ദ്യ ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലീത്ത ജനിച്ചു. മൂക്കൻ കുടുംബത്തിലെ ദേവസിയുടെയും കൊച്ചുമറിയത്തിന്റെയും 10 മക്കളിൽ 4-മൻ. ജോർജ് ഡേവിസ് മൂക്കൻ എന്ന മാർ അപ്രേം വളരെ ചെറുപ്പകാലം മുതൽ പള്ളിയിൽ സജീവമായി. മിഷൻ ക്വാർട്ടേഴ്സിലെ ബെഥേൽ നഴ്സറി സ്കൂളിൽ പഠിച്ച് CMS ബോയ്സ് പാരിഷ് സ്കൂളിലും കാൽഡീൻ സിറിയൻ സ്കൂളിലുമായി പഠനം പൂർത്തീകരിച്ചു. ഹൈസ്കൂൾ പരീക്ഷ പാസ്സായി 1955-ൽ തൃശൂരിലെ സെന്റ് തോമസ് കോളേജിൽ ചേർന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർമീഡിയറ്റ് കോഴ്സിന്റെ അവസാന ബാച്ചിൽ സെന്റ് തോമസ് കോളേജിലായിരുന്നു പഠനം. 1957-ൽ ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായ അദ്ദേഹം ജബൽപൂരിലെ ലിയനോഡ് തിയോളജിക്കൽ കോളേജിൽ ചേർന്നു. മികച്ച സംവാദകൻ, മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ചീഫ് മിനിസ്റ്റർ മെമ്മോറിയൽ ഇന്റർനാഷണൽ ബയോഗ്രാഫിക്കൽ സെന്ററിന്റെ മെൻ ഓഫ് അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 ധർമ്മ പുസ്തകങ്ങൾ റഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഭക്തിഗാനങ്ങളുടെ രചയിതാവ് കൂടെയാണ്. ജാതിമത വിവേചനമില്ലാതെ വിദ്യാർത്ഥികൾക്ക് അച്ചടി സാങ്കേതികവിദ്യയിൽ സൗജന്യ പരിശീലനം നൽകുന്ന മാർ തിമത്തിയോസ് ബർത്ത് സെന്റിനറി ടെക്നിക്കൽ ട്രെയിനിംഗ് സെന്റർ 1980-ൽ അദ്ദേഹം തൃശൂരിൽ സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം എന്ന കൃതി പൗരസ്ത്യ സുറിയാനി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. വത്തിക്കാൻ, അസീറിയൻ സഭകൾ തമ്മിലുള്ള ദൈവശാസ്ത്ര സംഭാഷണത്തിനായുള്ള സംയുക്ത സമിതിയുടെ സഹ അധ്യക്ഷനായിരുന്നു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ തലവനായിരുന്നു. അഭിവന്ദ്യ മെത്രാപ്പോലീത്തയുടെ കാലത്ത് കശീശമാർക്കും ഷമാശന്മാർക്കും വൈദിക പട്ടം നൽകി. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പുതിയതായി പള്ളികൾ നിർമ്മിച്ച് നിരവധി പള്ളികൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഇന്ത്യയിലുടനീളം നിരവധി മതസാമൂഹിക സംഘടനകളിൽ അദ്ദേഹം സജീവമായിരുന്നു. 2015 മാർച്ച് 25 മുതൽ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ പുതിയ പാത്രിയാർക്കീസിനെ വാഴിക്കുന്നതുവരെ മാർ അപ്രേം ആഗോള പൗരസ്ത്യ സഭയുടെ പാത്രിയാർക്കൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 2021 സെപ്റ്റംബർ മുതൽ ഇന്ത്യയിലെ പാത്രിയാർക്കൽ ഡെലിഗേറ്റായി പ്രവർത്തിക്കുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധി അടക്കം ദേശീയ നേതാക്കൾ ഇവിടെ വന്നു, അവരെ സ്വീകരിച്ചു. ആ ഈസ്റ്റ് എന്ന ആ വികാരം നിലനിൽക്കുന്ന ഉത്ബുദ്ധമായ ഒരു സമുദായം തൃശ്ശൂരിൻ്റെ വളർച്ചയിൽ വലിയ സംഭാവനകൾ ചെയ്ത ഒരു പ്രസ്ഥാനം, അതിൻ്റെ അമരക്കാരനായി വർഷങ്ങളോളം ചുമതല ഏറ്റെടുത്ത് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഈ തൃശ്ശൂരിൻ്റെ മഹിമ വിളിച്ചോദിച്ച ഒരു പുണ്യാത്മാവാണ് മഹാരാഷ്ട്രയിൽ. ഫലിതം അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. എത്ര ഗൗരവമുള്ള സന്ദർഭത്തിലും ഫലിതപൂർണ്ണമായ സംസാരം കൊണ്ട് ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ് അപാരമാണ്. ഓരോ കൊല്ലത്തിലും ഓരോ പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ മരണം വരെ
സാക്ഷിയായിരുന്ന ഒരാൾ. പറഞ്ഞു പോയാൽ നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സന്ദർഭം ഇതല്ല. ആർച്ച് ബിഷപ്പ് മാർ അപ്രേം മെത്രാപ്പോലിത്തയുടെ വിയോഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. അപ്രേം തിരുമേനി എന്ന് കേട്ടാൽ കൽദായ സഭയും തൃശൂരുമാണ് മനസ്സിൽ വരിക. തൃശൂരിന്റെ നിറസാന്നിധ്യമായിരുന്നു മെത്രാപ്പോലിത്തയെന്നും തീരാ നഷ്ടമാണ് വിയോഗമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മാർത്തമറിയം വലിയ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് റീത്ത് സമർപ്പിച്ചു. ചാണ്ടി ഉമ്മൻ MLA അഭിവന്തി തിരുമേനിയുടെ ഭൗതിക ശരീരം കാണാനെത്തി. DCC വൈസ് പ്രസിഡന്റ് ഷിജു വെളിയത്ത്, ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, VS ഡേവിഡ് എന്നിവർ കൂടെ ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ MP, MLA മാരായ P ബാലചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, KP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദീഖ്, ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, ഫാദർ തോമസ് ചക്കാലമറ്റം, സ്വാമി അമൃതഗീതാനന്ദ, അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ മൗലവി, മുൻ MP മാരായ TN പ്രതാപൻ, രമ്യ ഹരിദാസ്, മുൻ MLA അനിൽ അക്കര, മുൻ മന്ത്രി VS സുനിൽകുമാർ, പ്രൊഫസർ PC തോമസ്, K പോൾ തോമസ്, CEO ഇസാഫ് MB, ബാബു, പ്രസ് ക്ലബ് പ്രസിഡന്റ് ജസ്റ്റിസ് JB കോശി, ജോസഫ് ചാലിശ്ശേരി, KK വത്സരാജ്, മേയർ എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. തൃശൂർ താലൂക്കിലെ പട്ടയ വിതരണം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ചുവന്നമണ്ണ് ഇരുമ്പുപാലം സെന്ററിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, KV സജു, KV അനിത, സുബൈദ അബൂബക്കർ, ET ജലജൻ, രമ്യ രാജേഷ്, PA ദിബു, ഷീല അലക്സ്, മനു പുതിയമഠം, സനിൽ വാണിയമ്പാറ, KP ചാക്കോച്ചൻ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ മന്ത്രി K രാജൻ വിതരണം നിർവഹിച്ചു. തൃശൂർ താലൂക്ക് പാണഞ്ചേരി പഞ്ചായത്തിലെ നിവാസികളുടെ പട്ടയങ്ങളാണ് മന്ത്രി വിതരണം ചെയ്തത്. ജനപക്ഷത്തു നിന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ ഭരണനിർവഹണം നടത്തി കേരളത്തിന്റെ പുരോഗതിക്ക് സർക്കാർ കുതിപ്പേകുകയാണെന്ന് മന്ത്രി അറിയിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചടങ്ങിൽ പങ്കെടുത്തു. ഓക്കെ, അതുകൊണ്ട് നോക്കിയാ ഒരു ഫോട്ടോ എടുക്കട്ടെ. നോക്കിയോട്ടാ, നോക്കിയേ, ഇവിടേക്ക് നോക്കിയേ ചേട്ടാ, ഇവിടേക്ക് നോക്കിയോട്ടാ. ഓക്കെ, മേപ്പുറത്ത് വീട്ടിൽ ജോൺ ഗ്രേസി. ബഹുമാനപ്പെട്ട വീട്ടിൽ അന്നം രാജു. ഐക്കര മേപ്പുറത്ത് വീട്ടിൽ ഈശോ ജോർജ്. റെഡിയായിട്ടിരുന്നിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ, ചോറ് കാലാകാൻ കാത്തിരിക്കും നമ്മൾ. പക്ഷെ കാലായ പിന്നെ ചൂടാറാൻ കാത്തിരിക്കില്ല, അപ്പോഴേക്കും നമുക്ക് അടിയന്തരമാണ്. അങ്ങനെ ഒരു വിഭാഗം ആളുകളുടെ കണ്ണീര് കണ്ട് നമുക്കൊരു പ്രവർത്തനത്തിൽ പോകാൻ പറ്റില്ല. എല്ലാവരും തുല്യരാണ്, അവരെല്ലാം ഒരുപോലെ വന്നതാണ്. പഞ്ചായത്ത് വില്ലേജ് രേഖകൾ ഉണ്ടായിരുന്ന ചില പ്രയാസം കൊണ്ട് ഉണ്ടായതാണ് ആ പ്രശ്നങ്ങളെല്ലാം. ഞാൻ ഒരു കാര്യം കർശനമായി എല്ലാവരോടും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരു സാധാരണ മനുഷ്യന്റെ പട്ടയം ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമാക്കാനുള്ള അവന്റെ അർഹത ശരിയാണെങ്കിൽ കേവലമായിട്ടുള്ള നിയമത്തിലോ ചട്ടത്തിലോ ഏതെങ്കിലും വിധത്തിലുള്ള അപകടമുണ്ട് എന്നുള്ളത് ഒരു കുരിശായി ചൂണ്ടിക്കാണിച്ച് അതു പറഞ്ഞവനെ മാറ്റി നിർത്തുന്നതിന് പകരം അവന്റെ മുമ്പിലുണ്ടാകുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചട്ടങ്ങളോ നിയമങ്ങളോ ഭേദഗതി വരുത്തേണ്ടി വന്നാൽ ആ ചട്ടങ്ങളും നിയമങ്ങളും ഈ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യൻ അനുകൂലമായി വായിക്കാനും ഭേദഗതി വരുത്തണമെങ്കിൽ അത് ഭേദഗതി വരുത്താനും ഒരു മടിയും ഉണ്ടാകാത്ത ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് 960-ലെ ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഈ ഗവൺമെന്റ് 64 വർഷക്കാലത്തിന് ശേഷം ചങ്കൂറ്റം കാണിച്ചത്. ഞങ്ങളുടെ ഈ പട്ടയ മിഷന്റെ ഭാഗമായി ചിലപ്പോ രേഖപ്പെടുത്തുന്ന ഭൂമി പല വിധത്തിലുള്ള ആസ്തിയുടെ ഭൂമിയാകാം. ആ ആസ്തി ഏതാണെങ്കിലും ആ വകുപ്പുമായി കൂടിയാലോചിച്ചോ തെറ്റായി രേഖപ്പെടുത്തിയതാണെങ്കിൽ ഇനം മാറ്റിയോ കൊടുക്കാൻ ഒരു മടിയുണ്ടാകില്ല. കാടിന്റെ നടുവിൽ തോട് പുറമ്പോക്കം എഴുതി വെച്ച അനുഭവം നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. ഇനി ബലരാമൻ വീണ്ടും ജനിച്ചിട്ട് കലപ്പ കൊണ്ട് ഉഴുതുകൊണ്ടുവന്നാലും ഒരു പുഴയ്ക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്ത് പുഴ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളുമുണ്ട്. ചിലപ്പോൾ അത്ഭുതം തോന്നും. ചില പുറമ്പോക്ക് എന്നൊക്കെ പറഞ്ഞാൽ റവന്യൂ രേഖകളിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തതുപോലെ KSRTC പുറമ്പോക്ക് എന്നൊക്കെ എഴുതി വെച്ച അനുഭവങ്ങളുണ്ട്.
യാഥാർത്ഥ്യം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് കണ്ട് അത് മാറ്റാൻ റവന്യൂ വകുപ്പിന് ഒരു മടിയില്ല എന്നുള്ളത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ സൂചനാ സമരം നടത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിലും ബസ്സുകൾ പണിമുടക്കി. മിക്ക റൂട്ടുകളിലും KSRTC സർവീസ് നടത്തിയെങ്കിലും യാത്രക്കാർ കുറവായിരുന്നു. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്ക് നടന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. തുടർ ചർച്ചകൾക്ക് ശേഷവും പരിഹാരമുണ്ടായില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങും. ബുധനാഴ്ച അഖിലേന്ത്യാ പണിമുടക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ചത് കേരളത്തിൽ മാത്രം ബന്ദിന്റെ പ്രതീതി ജനിപ്പിക്കും. ബുധനാഴ്ചയും യാത്രാ സൗകര്യമില്ലാതെ സാധാരണക്കാരായ ജനം നട്ടം തിരിയും. സ്വകാര്യ ബസ് മുതലാളിമാർക്ക് പണിമുടക്കാൻ അവകാശമുണ്ട്. എന്നാൽ പൊതുജനത്തിന് യാത്രാ സൗകര്യം ലഭിക്കാനും അവകാശമുണ്ട്. കൂലിപ്പണിയെടുക്കാൻ പൊതുഗതാഗതത്തെ ആശ്രയിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ ജനത്തിന്റെ അവകാശ സംരക്ഷണത്തിന് ഈ നാട്ടിൽ ആരുമില്ല. വൈദ്യുതി, വെള്ളം, യാത്ര എന്നിവ അത്യാവശ്യ സർവീസായി പരിഗണിച്ച് ഈ രംഗത്തെ പണിമുടക്ക് സർക്കാർ നിരോധിക്കേണ്ടതാണ്. വർണ്ണക്കൂടാരത്തിലേറി GLPS പീച്ചിയിലെ പ്രീ പ്രൈമറി കുരുന്നുകൾ. ഗുണമേന്മയുള്ളതും ശാസ്ത്രീയവുമായ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് വർണ്ണക്കൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒല്ലൂക്കര BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച 13 പ്രവർത്തന ഇടങ്ങളോടുകൂടിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി 2025 ജൂലൈ 8-ന് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP. രവീന്ദ്രൻ അധ്യക്ഷനായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR. രവി മുഖ്യ അതിഥിയായി. പ്രധാന അധ്യാപിക ടെസി ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചു. തൃശൂർ DPC ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത KV, മറ്റ് പഞ്ചായത്ത് പ്രതിനിധികൾ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്ററും തൃശൂർ DPO രമേശ് NK, വിദ്യാഭ്യാസ വകുപ്പ് മേധാവികൾ, ഒല്ലൂക്കര BRC പ്രതിനിധികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. പീച്ചി വർണ്ണക്കൂടാരം പദ്ധതി ശില്പിയായ സിജോ TJയെ ആദരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറിയും അധ്യാപികയുമായി ജലജ ടീച്ചർ നന്ദി അറിയിച്ചു. വർണ്ണക്കൂടാരത്തിലുള്ള നമ്മുടെ സ്വപ്നം മെച്ചമടക്കമുള്ള അധ്യാപകർ, വിദ്യാകരണത്തിന്റെയും SSKയുടെയും ചുമതലക്കാരായിട്ടുള്ള അധ്യാപകർ, രക്ഷകർത്താക്കൾ, തങ്ങളുടെ ഭൂമിക്ക് ഒരു രേഖയും ഇല്ലാത്ത വിധം ഒറ്റപ്പെടുകയും ചെയ്തു പോയ 67 കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളാകാൻ പോകുന്ന മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി. അതിനുവേണ്ടി നമ്മളെല്ലാവരും തയ്യാറാക്കുക. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അതുമായി ബന്ധപ്പെട്ട് പൂവഞ്ചിറയിലും ഇരുമ്പുപാലത്തുമൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വൈകിപ്പിച്ചാൽ അവിടെയും ആ അമ്മമാർ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് ഇന്ന് ഔപചാരികമായി ഞാൻ ആ ഭൂമിയുടെ ഉടമസ്ഥന്മാരായി മരിച്ചാൽ വർണ്ണക്കൂടാരമില്ലാത്ത സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പരിശോധന നമ്മൾ നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇത് ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഇതിന്റെ രൂപകൽപ്പന ചെയ്യുന്നവരും പറയാനായിരിക്കും വായിക്കുന്നത്. ഞങ്ങളെ കുറ്റമല്ല, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ പരസ്പരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നോക്കണ്ട. അപ്പോ ഇത്തിരി കൂടി ഇപ്പൊ തന്നെ ഇട്ടാൽ
ആ പണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും? രണ്ടുപോലെ രക്ഷപ്പെട്ടു നിൽക്കും. നിലനിർത്താൻ നാട് മുഴുവൻ ഉണരുകയാണ്. LP സ്കൂളിലെ കുട്ടികളെയും അതിലെങ്ങനെ പങ്കെടുപ്പിക്കും, അതെങ്ങനെ കാണും എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചനകൾ നമ്മൾ നടത്തും. എല്ലാ സ്കൂളിലും സംഘാടക സമിതികൾ രൂപീകരിച്ച് എല്ലാ സ്കൂളിലും സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ ആഘോഷ സഹായം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ഓക്കെ. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക നയങ്ങൾക്കെതിരെ ജൂലൈ 9 ദേശവ്യാപകമായി നടക്കുന്ന പണിമുടക്ക് വിജയിപ്പിക്കാൻ INTUC തൃശൂർ ജില്ലാ നേതൃയോഗം തീരുമാനിച്ചു. UDTF തൃശൂർ ജില്ലാ കമ്മിറ്റിയുമായി സഹകരിച്ച് പണിമുടക്ക് വിജയിപ്പിക്കാൻ INTUC പ്രതിജ്ഞാബദ്ധമാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. INTUC തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൂടിയ യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് TN കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ആന്റണി കുറ്റുകാരൻ, ജോളി ബേരി, സോമൻ മുത്രത്തിക്കര, VA ഷംസുദ്ദീൻ, MR രവീന്ദ്രൻ, KN നാരായണൻ എന്നിവർ സംസാരിച്ചു. മിഥുനം, കർക്കിടകം കേരളത്തിൽ വറുതിയുടെ, പട്ടിണിയുടെ, രോഗങ്ങളുടെ കാലം. പണമുള്ളവർ ഉഴിച്ചിൽ പിഴിച്ചിൽ തുടങ്ങി നിരവധി ആയുർവേദ സുഖചികിത്സ തേടുന്നതിനാൽ മേൽപ്പറഞ്ഞ ദാരിദ്ര്യവും പട്ടിണിയും കേരളത്തിൽ നിന്ന് പോയി എന്ന പ്രചരണം ശക്തമായ ഇക്കാലത്ത് അനാഥ മന്ദിരങ്ങളിലും അഗതി മന്ദിരങ്ങളിലും ജീവിക്കുന്ന അന്തേവാസികളെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് എത്ര പേർ അന്വേഷിക്കുന്നുണ്ട്? ഇത് തിരിച്ചറിഞ്ഞ ജില്ലാ പൗരാവകാശ വേദി തൃശൂർ എന്ന സംഘടന അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് കർക്കിടക കാലത്ത് ഔഷധക്കഞ്ഞിയും കഴിയുമ്പോഴെല്ലാം സമൃദ്ധമായ ഭക്ഷണവും നൽകി വരുന്നു. ഓണം, വിഷു, റംസാൻ, ക്രിസ്മസ്, ഈസ്റ്റർ ദിനങ്ങളിൽ സമൃദ്ധിയായി ഭക്ഷണം എത്തിച്ചു നൽകുന്ന ജില്ലാ പൗരാവകാശ വേദി തൃശൂർ എന്ന സംഘടനയുടെ ചെയർമാൻ ദാസൻ കാട്ടുങ്ങലിന്റെ നേതൃത്വത്തിൽ ചികിത്സാ ചെലവിലേക്ക് നടത്തറ ആശ്രയ ഭവനിലെ അന്തേവാസികൾക്ക് 5000 രൂപ ഡയറക്ടർ ലീന പീറ്ററിന് കൈമാറി. ചടങ്ങിൽ ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. സജീഷ് പോലൂക്കര, സാബു ചിയാരം, ആന്റോ മോഹൻ തോട്ടുങ്ങൽ എന്നിവർ സംബന്ധിച്ചു. ആൾ പോയിട്ട് ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. ആ വർഷത്തിൽ കഴിഞ്ഞ വർഷം അവരുടെ കുടുംബം ഇവിടെ അന്നദാനം നടത്തിയിരുന്നു. ഈ വർഷം നടത്തി. അതിനേറ്റവും മുൻപ് സിബി ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത്
ഈ അന്തേവാസികൾക്ക് കർക്കിടകം ഒന്നിന് കർക്കിടക്കഞ്ഞി കൊടുത്ത് അത് സഹായിച്ചിരുന്നു. അപ്പോൾ ആൾ കുറച്ച് തിരക്കിലായിരുന്നു. അടുത്ത വന്നിട്ട് കൊണ്ടുവന്നിട്ട് ഈ കാശില്ലാത്തവരും കൈ പിടിക്കും, എന്നിട്ട് അത് കൊണ്ടുകൊടുക്കും. എന്നിട്ട് അത് ചെയ്യും. നമ്മൾ സ്ഥിതി അതല്ല, സ്ഥിതി ഇവിടെ വരെ പറഞ്ഞുണ്ട്. അങ്ങനെ വന്ന് അന്ന് മമ്മി ഉണ്ടാകുന്നില്ല. എന്നിട്ട് 10,000 പൈസ കൊടുത്ത് പോയി. അങ്ങനെ ഒരു വ്യക്തിയുടെ സ്ഥിതി. ഞങ്ങൾ സാബു വന്നിട്ട് ഈ വർഷം കൂടി കന്നഡാനം ചെയ്തിരുന്നു വന്നപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു. അതായത് ഇവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുത്തു. ഇവിടെ വർഷക്കാലമല്ല, ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി, അത് ഷുഗർ, അത് ഇത് എന്നുകൊണ്ട് നമ്മൾക്ക് തന്നെ വർഷകാലത്ത് അസുഖങ്ങൾ ഏറെയാണ്. അപ്പോൾ അവർക്ക് ഈ വർഷകാലത്ത് ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നത് ശരിയുടെ പേരിൽ ഒരു ധനസഹായം ഞങ്ങൾ ഇപ്പം ചെയ്യാണ്. ഡയാലിസിസിന് വിധേയരാകുന്ന നിർധന രോഗികൾക്കു വേണ്ടി ആക്ട്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് സൗജന്യ ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നു. വടക്കാഞ്ചേരിയുടെ 10 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരും മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലെ ഡയാലിസിസ് സെന്ററിൽ ചികിത്സ നടത്തുന്നവരുമായ രോഗികൾക്കാണ് സേവനം. ആക്ട്സ് സ്ഥാപിതമായതിന്റെ രജത ജൂബിലിയുടെ ഭാഗമായാണ് ഈ സേവനത്തിന് തുടക്കം കുറിക്കുന്നത്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനാണ് ആംബുലൻസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ജൂലൈ 10 ഓട്ടുപാറ ഡെലീസ റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന യോഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഡയാലിസിസ് കെയർ ആംബുലൻസിന്റെ സമർപ്പണം നടത്തും. തൃശൂർ മേയറും ആക്ട്സ് ജനറൽ സെക്രട്ടറിയുമായ MK വർഗീസ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കൌൺസിലർ PN വൈശാഖ്, KVVES ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് എന്നിവർ പങ്കെടുക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദിന് ആക്ട്സ് ഭദ്രപദം പുരസ്കാരം നൽകും. കുന്നംകുളം പ്രസ് ക്ലബ് മാധ്യമ പുരസ്കാരം നേടിയ TD ഫ്രാൻസിസ്, ചാലക്കുടി പ്രസ് ക്ലബ് ഓൺലൈൻ മാധ്യമ പുരസ്കാരം നേടിയ ശിവപ്രസാദ് എന്നിവരെ ആദരിക്കും. ആക്ട്സ് രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ, ബ്രാഞ്ച് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, ട്രഷറർ V അനിരുദ്ധൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലയും 23rd തൃശൂർ സ്കൌട്ട് ഓപ്പൺ ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ഫയർഫോഴ്സ് മോക്ക് ഡ്രിൽ പരിപാടിയുടെയും ഉദ്ഘാടനം കൽപ്പറ്റ MLA T സിദ്ദീഖ് നിർവഹിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണവും മോക്ക് ഡ്രില്ലും കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് MLA പറഞ്ഞു. ഭാരത് സ്കൌട്ട് ദേശീയ കമ്മീഷണർ പ്രൊഫസർ ഡോക്ടർ EU രാജൻ അധ്യക്ഷനായിരുന്നു. 500-ൽ പരം സ്കൌട്ട് ഗൈഡുകൾ, റോവേഴ്സ്, റേഞ്ചേഴ്സ് സജീവമായി പങ്കെടുത്തു. ജില്ലാ ട്രഷറർ AM ജെയ്സൺ സ്വാഗതവും CA തോമസ് നന്ദിയും അറിയിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ സ്കൌട്ട് VA ഡേവിഡ്, സീനിയർ റോവർ എഡ്വിൻ T ഷാജൻ, ജോയിന്റ് സെക്രട്ടറി അംബിക, റോണി, സ്റ്റെഫി എന്നിവർ നേതൃത്വം നൽകി. മാടക്കത്ര പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ വിഷവൈദ്യ ആശുപത്രിയും സംയുക്തമായി വനിതകൾക്ക് സൗജന്യ യോഗ പരിശീലനം എന്ന പ്രോജക്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ SHO ബൈജു KC നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതം ചെയ്തു. പദ്ധതി വിശദീകരണം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മായ NM നടത്തി. സ്റ്റാൻഡിംഗ് ചെയർമാൻമാരായ പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികളും യോഗ പരിശീലനത്തിന് രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താക്കളും പങ്കെടുത്തു. പഞ്ചായത്തിന്റെ 4 സെന്ററുകളിൽ യോഗ പരിശീലനം നടത്തുന്ന യോഗ ഇൻസ്ട്രക്ടർമാരായ അരുണ, നവമി, ലീക്ഷ്മ, നിവ്യ എന്നിവരും സന്നിഹിതരായിരുന്നു. ഞാൻ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. എൻ്റെ വീട്ടിൽ ഒരു കാര്യം തന്നെ പറയാം. കാരണം എൻ്റെ വൈഫ് കണ്ടുപിടിക്കാണ്, കുടുംബ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ അത്യാവശ്യം വർക്ക് വളരെ ചെറിയ സ്റ്റെപ്പ് ഒന്ന് വേഗം നടക്കുന്നത് പറയും. ആ ഒരു ആള് ഇപ്പോൾ ആള് തയ്യാറായി ഒന്നി വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് ആവശ്യമാണ്. കാരണം അത് 100% എടുത്തേക്കും 100 ബാക്കിയുള്ള ഒരു അറിവ് വേണം. പക്ഷേ ഏറ്റവും അധികം എക്സസൈസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. നമ്മൾ ഭർത്താക്കന്മാർ എന്ത് തന്നെ വീട്ടിൽ നോക്കിയാൽ അറിയാം. ഒരു ഒറ്റ ദിവസം എത്തിയാൽ മതി എന്താണ് പണി എന്നത് കൃത്യമായിട്ട് അറിയാം. ഈ പാത്രക്കാരുണ്ട്, ഞാൻ അത്യാവശ്യം സഹായിക്കുന്ന അതുകൊണ്ടാണ് അതിന് ബുദ്ധിമുട്ടുകൾ നമുക്കറിയാവുന്നത്. ചെറിയ പണിയല്ല അത്. ഇപ്പൊ കുട്ടികളെ നോക്കുമ്പോൾ കുട്ടികളെ ചെറിയ കുട്ടികളുടെ കുടുംബത്തിലാണെങ്കിൽ ആ കുട്ടികളെ നോക്കേണ്ടത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഏകദേശം കുട്ടികൾ വലുതാവുന്നത് വരെ അവർക്ക് വേണ്ടി ജീവിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഭർത്താവിന് വേണ്ടി, മറ്റുള്ളവർക്കും വേണ്ടി, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകൾ വീട്ടിലേക്ക് അവർക്ക് വേണ്ടി ജീവിക്കുന്നു. മരോട്ടിച്ചാൽ പുളിഞ്ചോട് പഴവെള്ളച്ചാൽ റോഡിൽ മരം കടപുഴകി വീണ് ഏറെ നേരം ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു.
പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ 10ാം വാർഡിൽ ഉൾപ്പെട്ട പുളിഞ്ചോട് പഴംവെള്ളച്ചാൽ റോഡിലേക്കാണ് മരം വീണത്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് റോഡരികിൽ നിന്നിരുന്ന മരം കടപുഴകി റോഡിന് കുറുകെ വീണത്. ഇതുവഴിയുള്ള വാഹന ഗതാഗതവും പ്രദേശത്തെ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. മരം വീണത് രാത്രിയായതിനാൽ മറ്റപകടങ്ങൾ ഒഴിവായി. സർക്കാർ വൃദ്ധസദനത്തിൽ നിന്ന് പുതിയ ജീവിത പാതയിലേക്ക്. ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ നിന്ന് വിജയരാഘവനും സുലോചനയും ഒരുമിച്ചൊരു യാത്ര ആരംഭിക്കുന്നു. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം 79കാരനായ വിജയരാഘവനും 75 വയസ്സുള്ള സുലോചനയും വിവാഹിതരായി. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മേയർ എം കെ വർഗീസ് എന്നിവർ സാക്ഷികളായി. പേരാമംഗലം സ്വദേശിയായ വിജയരാഘവൻ 2019-ലും ഇരിങ്ങാലക്കുട സ്വദേശിയായ സുലോചന 2024-ലും വൃദ്ധസദനത്തിലെത്തി. ഇരുവരും ഒരുമിച്ച് ജീവിക്കണമെന്ന ആവശ്യം വാർഡനെ അറിയിച്ചു. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവാഹം നടത്തി. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, വൃദ്ധസദനം സൂപ്രണ്ട് രാധിക, കൌൺസിലർമാർ, വൃദ്ധസദനത്തിലെ അന്തേവാസികൾ എന്നിവർ സന്തോഷത്തിൽ പങ്കുചേർന്നു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. ഗതാഗത നിയന്ത്രണം. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ ജൂലൈ 9 ബുധനാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ മുടിക്കോട് സർവീസ് റോഡിൽ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനാൽ ഗതാഗതം ഭാഗികമായി നിയന്ത്രിക്കും. തൃശൂർ ഭാഗത്ത് നിന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്യുന്നവർ ദേശീയപാത ഒഴിവാക്കി യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് PG പോലീസ് ഇൻസ്പെക്ടർ അറിയിച്ചു. ഭാര്യയുടെ സ്കൂട്ടർ കത്തിച്ച് ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് റിമാൻഡിൽ. പരസ്ത്രീ ബന്ധത്തെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചതിനാണ് ഭർത്താവായ ചാഴുവീട്ടിൽ സുമേഷിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മാനേജിംഗ് ഡയറക്ടർ റിമാൻഡിൽ. ഏലാവൂർ സ്വദേശി കല്ലറക്കൽ വീട്ടിൽ ഷാജിനെയാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. പല സ്ഥലത്തും ഫാമുകൾ ലീസിനെടുത്ത് കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കി നിക്ഷേപകർക്ക് ലാഭവിഹിതം കൊടുക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, ഡാൻസ് ഓഫ് SI ജയകൃഷ്ണൻ P, ജൂനിയർ SI സഹദ്, ASIമാരായ ഷാബു, ഗിരീശ്വരൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി മേനോത്ത് വീട്ടിൽ ഷാജിയെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വലപ്പാട് സ്റ്റേഷനിൽ 2 തട്ടിപ്പ് കേസുകളിലും 3 പണം വെച്ച് ചീട്ടുകളി കേസിലും പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജ്യോതിഷ്, ഫാറൂഖ്, സിവിൽ പോലീസ് ഓഫീസർ സുജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മദ്രസ അധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. തൊഴിയൂരിൽ മദ്രസ അധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിച്ച യുവാവിനെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഴപ്പള്ളി വീട്ടിൽ കമറുദ്ദീന്റെ മകൻ നബീലിനെയാണ് ഗുരുവായൂർ ഇൻസ്പെക്ടർ SHO ജിൻസൺ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മഹേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ സ്റ്റേഷനിലെ ASI ബിബിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണപ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർ ജോസ് പോൾ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലം ചെയ്ത അഭിവന്ധ്യ മറപ്രൈ മെത്രാപ്പോലിത്തായുടെ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പ്രമുഖരെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. 10 വ്യാഴാഴ്ചയാണ് ഖബറടക്കം. ഒല്ലൂക്കര BRC 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി സ്കൂൾ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് പണിമുടക്കിനോടനുബന്ധിച്ച് ജില്ലയിലും സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. തൃശൂർ താലൂക്കിലെ പട്ടയ വിതരണം, ചുവന്നമണ്ണ്, ഇരുമ്പുപാലം എന്നിവിടങ്ങളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ വിതരണം ചെയ്തു.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.